അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പുസ്തകം 7-ാം അധ്യായം 38-ാമത്തെ വാക്യത്തിൽ മരുഭൂമിയിലെ സഭ എന്നൊരു പദം നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് അവിടെ ആ പദം രേഖപ്പെടുത്തുന്നത്. മിസ്രൈമിൽ നിന്നും കനാൻ നാട്ടിലേക്കുള്ള അവരുടെ യാത്രയിൽ 40 വർഷമാണ് എടുത്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ 40 വർഷത്തെ യാത്രയിൽ ഇസ്രായേലിന്റെ ജീവിതത്തിൽ വന്ന തടസ്സങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഒന്നൊന്നായി ഇന്ന് ചിന്തിപ്പാൻ നാം കർത്താവിൽ ശരണപ്പെടുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്നും അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 7-ാം അധ്യായം 38-ാമത്തെ വാക്യം ഇന്നത്തെ സവിശേഷകരമായ ദൈവവചന ചിന്തയ്ക്ക് ആധാരമായി തെരഞ്ഞെടുക്കുകയാണ്. ആ വാക്യത്തിൽ മരുഭൂമിയിലെ സഭ എന്നൊരു പദം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഏതാണ് സഭ? അടിമ വീടായ മിസ്രൈമിൽ നിന്നും കനാൻ നാട്ടിലേക്ക് 40 വർഷം കൊണ്ട് യാത്ര ചെയ്ത് യേശുവിൻ്റെ രക്തത്താൽ അഥവാ പെസഹ കുഞ്ഞാടിനാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ സഭയാണ് മരുഭൂമിയിലെ സഭ എന്ന് വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത്. മോശയുടെ നേതൃത്വത്തിലാണ് ആ സഭ പുറപ്പെട്ടത് എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. പഴയ നിയമ ഇസ്രായേലിൻ്റെ യാത്രയിൽ ഉടനീളം അവർ അഭിമുഖീകരിക്കേണ്ടി വന്ന തടസ്സങ്ങളെക്കുറിച്ച്, വെല്ലുവിളികളെക്കുറിച്ച് ഇന്ന് അതിനെ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു പഠന പരമ്പര നാം നടത്തുകയാണ്. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാട്ടെ, സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ വചന ശുശ്രൂഷയും നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹത്തിന് കാരണമാക്കി തീർക്കുക തന്നെ ചെയ്യും. ഇസ്രായേലിന്റെ ജീവിതത്തിൽ ഒന്നാമതായി വന്ന തടസ്സം ഫറവോനാണ്. പുറപ്പാട് പുസ്തകം 10-ാം അധ്യായം 28-29 വാക്യത്തിൽ മോശയോട് അന്നത്തെ ഭരണാധികാരിയായ ഫറവോൻ പറയുകയാണ്, നീ എൻ്റെ മുൻപിൽ നിന്ന് പോയിക്കൊള്ളുക, ഇനി നിന്റെ മുഖം ഞാൻ കാണരുത്. ഇനി അങ്ങനെ ഒരിക്കൽ കൂടെ നിന്റെ മുഖം കാണേണ്ടി വന്നാൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് ഫറവോ മോശയെ ഭീഷണിപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഫറവോ ഞാൻ പിന്തുടരും, കൊള്ള പങ്കിടും, ഞാൻ നിന്നെ നശിപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇസ്രായേൽ മക്കൾക്കെതിരെ ഫറവോനും സൈന്യവും പിന്തുടരുകയാണ്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒന്നാമത്തെ ശത്രു ഫറവോനും അവിടുത്തെ സൈന്യവുമായിരുന്നു, അഥവാ മിസ്രൈമ്യരായിരുന്നു. രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ചെങ്കടലാണ്. ചെങ്കടലിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാമല്ലോ, ഇസ്രായേൽ മക്കൾക്ക് മുൻപോട്ട് യാത്ര ചെയ്യണമെങ്കിൽ ദൈവം കൊണ്ടുവന്ന റൂട്ടിൽ വേറെ വഴിയില്ല. വഴി അടഞ്ഞ്, വാതിലടഞ്ഞ് മുൻപോട്ടൊരു ചുവട് പോലും പോകുവാൻ കഴിയാതെ മുൻപിൽ ചെങ്കടൽ, പുറകിൽ ഫറവോനും സൈന്യവും, രണ്ടു വശത്ത് പർവ്വത നിരകൾ നിൽക്കുകയാണ്. രണ്ടാമത്തെ ശത്രു എന്ന് പറയുന്നത് ചെങ്കടലാണ്. ഫറവോനെയും സൈന്യത്തെയും ദൈവം ചെങ്കടലിൽ മുക്കിക്കൊല്ലുകയും ചെങ്കടലിൽ ദൈവം വഴി തുറക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വാക്ക് കേട്ടാണ്, ദൈവത്തിന്റെ ആലോചന കേട്ടാണ് നാം ഇറങ്ങി പുറപ്പെട്ടതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, തടസ്സങ്ങൾ എന്തെല്ലാം വന്നാലും അതിന് പരിഹാരവും നീക്കുപോക്കും തരുന്ന ഒരു ദൈവത്തെ അത്രേ നാം സേവിക്കുന്നതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് അവർക്ക് തടസ്സമായി നിന്നത് മരുഭൂമിയാണെന്ന് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. പാഴ്നിലങ്ങളുള്ള, കുഴിയുള്ള, വരൾച്ചയുള്ള, കൂരിരുളുള്ള, മനുഷ്യ സഞ്ചാരമോ ആൾപ്പാർപ്പോ ഇല്ലാത്ത ആമേൻ ആ മരുഭൂമിയിലൂടെ 40 വർഷം ഞാൻ നിന്നെ നടത്തിയെന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പറക്കുന്ന അഗ്നിസർപ്പങ്ങൾ അവിടെയുണ്ട്, തേൾ അവിടെയുണ്ട്, എത്രയോ വിഷജന്തുക്കൾ അവിടെയുണ്ട്. അങ്ങനെയുള്ള ഒരു മരുഭൂമിയിലൂടെയാണ് ദൈവം നടത്തിയത്. പക്ഷേ മരുഭൂമിയിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ ഡിവൈൻ പ്രൊട്ടക്ഷനും അവർ അനുഭവിച്ചറിഞ്ഞതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മേഘസ്തംഭമായി, അഗ്നിത്തൂണായി, ദൈവത്തിന്റെ ദൂതൻ മുൻപടയായി അവർക്ക് കടന്നുപോയി എന്ന് രേഖപ്പെടുത്തുകയാണ്. നാലാമത്തെ അവർക്ക് വന്ന പ്രതികൂലം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം 22 മുതൽ 23 വരെയുള്ള വാക്യത്തിലാണ്. മാറയിൽ എത്തിയാറെ മാറയിലെ വെള്ളം അവർക്ക് കുടിപ്പാൻ കഴിഞ്ഞില്ല, ആ വെള്ളം കയ്പുള്ളതായിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 3 ദിവസം വെള്ളമില്ലാതിരുന്നിട്ട് അല്പം വെള്ളം കണ്ടപ്പോൾ കയ്യിൽ കോരി വായിലൊഴിച്ച് കുടിക്കാൻ ശ്രമിച്ച ഇസ്രായേൽ മക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് കുടിപ്പാൻ കഴിഞ്ഞില്ല. മരണമെന്ന് പറഞ്ഞ് അവർ നിലവിളിക്കുകയാണ്. എന്നാൽ മാറയിലെ വെള്ളത്തെ സ്വർഗത്തിലെ ദൈവം മധുരമാക്കി തീർത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. മാത്രമല്ല അവിടെ വെച്ച് ദൈവം ഒരു പ്രമാണവും അവർക്ക് കൊടുക്കുകയാണ്. ആമേൻ, നിങ്ങൾക്ക് മിസ്രൈമിലുള്ള ഒരു വ്യാധികളോ രോഗികളോ വരാതെ വണ്ണം എൻ്റെ കൽപ്പനകളും വിധികളും ചട്ടങ്ങളും പ്രമാണിക്കുന്നുവെങ്കിൽ ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന ദൈവമെന്ന് ദൈവം
അവരോട് അരുളി ചെയ്യുകയാണ്. അടുത്തതായിട്ട് അവർക്ക് വന്ന പ്രതികൂലം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ 10 വരെയുള്ള വാക്യത്തിലാണ്. അവിടെ രേഖപ്പെടുത്തുന്നത് അമാലേക്യർ അവരോട് യുദ്ധത്തിന് വരികയാണ്. രഫീദിമിൽ വെച്ച് അമാലേക്യർ അവരോട് യുദ്ധത്തിന് വന്നു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? മോശ പർവ്വതത്തിൽ കയറി കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നിന്നു. യോശുവ താഴ്വരയിൽ യുദ്ധം ചെയ്തപ്പോൾ ഇസ്രയേലിന് ജയം കിട്ടുകയാണ്. അമാലേക്യർ വന്ന് ഇസ്രയേലിനോട് പോരാടി അവർക്ക് നേരിടേണ്ടി വന്നൊരു ശത്രുവായിരുന്നു അമാലേക്യം സൈന്യമെന്ന് പറയുന്നത്. അടുത്തതായിട്ട് സംഖ്യാപുസ്തകം 11-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യത്തിൽ ഒരു സമ്മിശ്ര ജാതി ഇസ്രയേൽ മക്കളുടെ നടുവിൽ കടന്നു വന്ന് പ്രശ്നമുണ്ടാക്കിയതായി അവിടെ രേഖപ്പെടുത്തുകയാണ്. അവർ പിറുപിറുക്കുകയാണ്. പുതിയ നിയമത്തിൽ കൊരിന്ത്യ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ 3 കൂട്ടരെ കുറിച്ചാണ് പറയുന്നത്. 1 കൊരിന്ത്യർ 2:14 പ്രാകൃത മനുഷ്യർ, 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യത്തിൽ ജഡിക മനുഷ്യൻ, 1 കൊരിന്ത്യർ 2-ാം അധ്യായം 15-16 വാക്യത്തിൽ ആത്മീക മനുഷ്യൻ. ആത്മീക മനുഷ്യരോട് കൂടെ തന്നെ കൊരിന്ത്യ സഭയിൽ ജഡികന്മാരും പ്രാകൃതന്മാരും ഉണ്ടായിരുന്നത് പോലെ ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ അവരോട് ചേർന്ന് വന്ന ഒരു ജാതി അത്രേ ഈ സമ്മിശ്ര ജാതി. അവർ പിറുപിറുക്കുന്നത് കൊണ്ട്, ഇറച്ചി കിട്ടാതെ വന്നപ്പോൾ അവർ ദൈവത്തോട് മത്സരിക്കുന്നത് കൊണ്ട് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നക്കാരായി തീരുകയാണ് ഈ സമ്മിശ്ര ജാതി. അടുത്തതായിട്ട് ദൈവവചനം നാം പഠിക്കുമ്പോൾ ഒറ്റുകാരാണ് ദൈവമക്കൾക്ക് ഒരു തടസ്സമായി നിന്നത്. സംഖ്യാപുസ്തകത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 13-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ മോശ കനാൻ നാട് ഒറ്റുനോക്കാൻ 12 പേരെ അയച്ചു. പക്ഷെ 10 പേരും നെഗറ്റീവ് പറയുകയാണ്, ദുർവർത്തമാനം പറയുകയാണ്, ശത്രുവിനെ വലുതായി കാണുകയാണ്. അവിടുത്തെ പട്ടണങ്ങൾ വലുതാണ്, അവിടുത്തെ മതിലുകൾ വലുതാണ്, അനാക്യ മല്ലന്മാരെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ അവർക്ക് വെട്ടുക്കിളി പോലെ ആയിരുന്നു, അവർ ജയൻസിനെ പോലെ രാക്ഷസന്മാരെ പോലെ ആയിരുന്നു. പറ്റത്തില്ല, ദൈവം തമ്പുരാൻ ചിന്തിച്ചാലും ആ കനാൻ നാട്ടിൽ പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ദുർവർത്തമാനം പറഞ്ഞ് പരത്തുന്ന ആളുകൾ. പക്ഷേ ആ സമയത്തും 2 പേർ, ആരൊക്കെയാണ്? യോശുവയും കാലേബും പറയുകയാണ്, ദൈവം നമ്മോട് കൂടെ ഇരുന്നാൽ, ദൈവം നമ്മിൽ പ്രസാദിച്ചാൽ നാം അവിടെ ചെല്ലും, അത് പിടിച്ചെടുക്കും, അത് കരസ്ഥമാക്കും. സ്തോത്രം. ദൈവത്തിന്റെ വചനം 14-ാം അധ്യായം 37-ാം വാക്യം സംഖ്യാപുസ്തകത്തിൽ പറയുന്നു, ഈ ദുർവർത്തമാനം പറഞ്ഞവരൊക്കെ മരിച്ചു മൺമറഞ്ഞു പോയി, അവർക്ക് ഒരുത്തന് പോലും കനാൻ നാട്ടിൽ പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. എന്നാൽ പഴയ തലമുറയിൽ യോശുവയും കാലേബും കനാൻ നാട്ടിൽ പ്രവേശിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അവർക്ക് കടന്നു വന്നൊരു തടസ്സമായിരുന്നു ഈ ഒറ്റുനോക്കുവാൻ പോയ 10 പേർ ദുർവർത്തമാനം പറഞ്ഞ് അവരുടെ മനസ്സിനെ ഇടിച്ചു താഴ്ത്തി അവരെ നിരാശപ്പെടുത്തിയവർ. അടുത്തതായിട്ട് സംഖ്യാപുസ്തകം 22-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യത്തിൽ മോവാബ് രാജാവായിരുന്ന ബാലാക്കിനെയാണ് കാണുവാൻ കഴിയുന്നത്. ബാലാക്ക് എന്ന് പറയുന്ന രാജാവ് പറയുകയാണ്, ഇസ്രായേൽ മക്കൾ കടന്നു വന്നാൽ പശു പുല്ല് നക്കിക്കളയുന്നത് പോലെ അവർ നമ്മെ മുടിച്ചു കളയും എന്ന് പറഞ്ഞ് അവർ ഇവിടേക്ക് കടന്നു വരുന്നതിന് മുമ്പ് അവരെ ശപിക്കേണ്ടതിന് വേണ്ടി ബിലയാം എന്ന പ്രവാചകനെ കൂലി കൊടുത്ത് വിലയ്ക്ക് മേടിക്കുകയാണ്. അടുത്തൊരു തടസ്സമായിരുന്നു ബാലാക്ക്, മോവാബ് രാജാവ്, അവൻ കൂലി കൊടുത്ത ബിലയാം എന്ന് പറയുന്നത്. 10ാമത്തെ ഇസ്രായേൽ മക്കൾക്ക് തടസ്സമായി നിന്ന്, അവർക്ക് ബെയറിംഗായി നിന്ന്, അവർക്ക് എതിർപ്പായി നിന്ന് സ്തോത്രം ഒരു ശത്രുവിനെ സംബന്ധിച്ച് പറയുകയാണ് കോരഹ്, ദാഥാൻ, അബീരാം. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 1-2 വാക്യത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ പ്രമാണിമാരായ 250 പേരെയും കൂട്ടിക്കൊണ്ട് അവരുടെ നേതാവായ അഭിഷിക്തനായ ദൈവം നേതാവാക്കിയ മോശക്കെതിരെ പിറുപിറുക്കുകയാണ്, മത്സരിക്കുകയാണ്. പക്ഷെ എന്താണ് സംഭവിച്ചത്? ഭൂമി വായ്പിളർന്ന് അവരെ വിഴുങ്ങിക്കളയുകയാണ്. സ്തോത്രം. ബിലയാം ശപിച്ചു. എന്താണ് സംഭവിച്ചത്? ആ വിചാരം ഇസ്രായേലിന് പറ്റിയില്ല, ലക്ഷണവിദ്യ യാക്കോബിന് ഫലിച്ചില്ല, അവർക്കെതിരെ ഉണ്ടാക്കിയ ഒരു ആയുധവും ഫലിച്ചില്ല. സ്തോത്രം. സ്വർഗത്തിൽ ദൈവം അവരെ പ്രൊട്ടക്ട് ചെയ്യുകയാണ്. 11ാമതായിട്ട് അഗ്നിസർപ്പങ്ങളാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ തടസ്സമായി വരുന്നത്. സംഖ്യാപുസ്തകം 21-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിലെ 6-ാമത്തെ വാക്യം
വാക്യത്തിൽ നമുക്കങ്ങനെ കാണുവാൻ കഴിയുന്നുണ്ട്. അഗ്നിസർപ്പങ്ങൾ ഇസ്രായേൽ മക്കളുടെ ഇടയിൽ പുറപ്പെട്ട് അവരെ കടിക്കാൻ തുടങ്ങി. ആമേൻ. കടിയേറ്റവർ പിടഞ്ഞു വീണ് മരിക്കാൻ തുടങ്ങി. പക്ഷെ സ്വർഗത്തിലെ ദൈവം യോഹന്നാൻ സുവിശേഷം 3-14 വാക്യത്തിൽ കർത്താവ് അതിനൊരു സൊല്യൂഷൻ ഒരുക്കി കൊടുക്കുകയാണ്. മോശ മരുഭൂമിയിൽ പിച്ചള സർപ്പം ഉയർത്തി, അതുപോലെ നാം യേശുവിനെയും ഉയർത്തേണ്ടതാകുന്നു. അടുത്തതായിട്ട് സ്തോത്രം, പുൽമേടുകളാണ് അവർക്ക് തടസ്സമായി നിൽക്കുന്നത്. എങ്ങനെയാണ് പുൽമേട് ഇസ്രായേൽ മക്കളുടെ യാത്രയിൽ തടസ്സമായി നിൽക്കുന്നത്? സംഖ്യാപുസ്തകം 32-1 വരെയുള്ള വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ വന്നപ്പോൾ 2.5 ഗോത്രക്കാര് പറയുകയാണ്, ഞങ്ങൾക്ക് ധാരാളം ആടുമാടുകളുണ്ട്, ഞങ്ങൾക്ക് അതുകൊണ്ട് കനാൻ നാട് വേണ്ട, നിങ്ങളത് വീതിച്ചെടുത്താട്ടെ, ഇവിടെ ധാരാളം പുല്ലുണ്ട്. സ്തോത്രം. ലോത്ത് സോദോമിന്റെ പച്ചപ്പ് കണ്ട് മതിമയങ്ങി അതിലേക്ക് ഇറങ്ങിപ്പോയതുപോലെ ഇസ്രായേൽ മക്കളുടെ യാത്രയ്ക്ക് തടസ്സമായി നിന്നതാണ് പച്ചയായ പുൽമേടുകൾ. സ്തോത്രം. ഹല്ലേലൂയ. 13-ാമതായിട്ട് ഇസ്രായേൽ മക്കൾക്ക് തരണം ചെയ്യേണ്ടി വന്ന തടസ്സം എന്ന് പറയുന്നത് ജോഷുവയുടെ പുസ്തകം 3-1 വരെയുള്ള വാക്യത്തിലാണ്. യോർദാനാണ് അവർക്ക് തടസ്സമായി നിന്നത്. കൊയ്ത്ത് കാലത്ത് കര കവിഞ്ഞൊഴുകുന്ന യോർദാൻ, ആ യോർദാൻ നദി അവർക്ക് തടസ്സമായി നിന്നു. പക്ഷേ സ്വർഗത്തിലെ ദൈവം കൊടുത്ത കൽപ്പനയനുസരിച്ച് പുരോഹിതന്മാർ പെട്ടകവും തോളിലെടുത്ത് അവിടേക്ക് ഇറങ്ങിച്ചെന്നപ്പോൾ അവരുടെ കാൽ പതിച്ച സമയത്ത് യോർദാനിലെ വെള്ളം 2ആയി വഴിമാറുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവമാണോ വിളിച്ചത്? ദൈവമാണോ ഇറക്കിയത്? ദൈവമാണോ നമ്മോട് അക്കരയ്ക്ക് പോകാൻ പറഞ്ഞത്? ഏതെല്ലാം പ്രതികൂലങ്ങൾ വന്നാലും അതിനെയെല്ലാം നടുവിൽ ഒരു വഴി തുറക്കുന്ന ദൈവമുണ്ട്. 14-ാമത്തെ തടസ്സം എന്ന് പറയുന്നത് യെരിഹോ മതിലായിരുന്നു. ആമൻ. എങ്ങനെ മുൻപോട്ട് പോകുമെന്നറിയാൻ കഴിയാതെ അവർ ഭാരപ്പെട്ടപ്പോൾ ആമൻ ഇസ്രായേൽ മക്കളുടെ നിമിത്തം യെരിഹോ അവർ കേടുപാട് തീർത്ത് കെട്ടിപ്പൊക്കി അതിൻ്റെ ബലം ഉറപ്പുവരുത്തിയതാണ്. പക്ഷേ ദൈവമക്കളോട് ദൈവം പറഞ്ഞ ആമൻ യുദ്ധതന്ത്രം അനുസരിച്ച് അവർ ആർപ്പിടാൻ പറഞ്ഞപ്പോൾ ആർപ്പിട്ടു. ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? യെരിഹോ മതിൽ ഇടിഞ്ഞ താഴേക്ക് വീഴുവാനിടയായി തീർന്നു. ദൈവമക്കൾ മുൻപോട്ട് പോകുകയാണ്. ഒടുവിലായി അനാക്യ മല്ലന്മാർ ആമൻ ഇസ്രായേൽ മക്കൾക്കെതിരെ കടന്നു വരിക. ജോഷുവയുടെ പുസ്തകം 14-10 വരെയുള്ള വാക്യത്തിലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. 7 ജാതികൾ അവർക്ക് എതിരായി തിരിയുകയാണ്. പക്ഷെ സ്വർഗത്തിലെ ദൈവം ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചത് ലക്ഷ്യത്തിൽ എത്തിക്കുക തന്നെ ചെയ്തു. പാലും തേനും ഒഴുകുന്ന കനാൻ നാട്ടിൽ ദൈവം അവരെ എത്തിച്ചു. വെട്ടാത്ത കിണറുള്ള, നട്ടുണ്ടാക്കാത്ത തോട്ടങ്ങളുള്ള, അവർ വെക്കാത്ത ആമേൻ സ്തോത്രം കൃഷിഫലങ്ങൾ അനുഭവിക്കത്തക്ക നിലകളിൽ എല്ലാവിധമായ സൗകര്യങ്ങളോടും കൂടെ സ്വർഗത്തിൽ ദൈവം മിസ്രൈമിൽ നിന്ന് ഒരു മുന്തിരി വള്ളി കൊണ്ടുവന്ന് ഫലവത്തായ ഒരു കുന്നിന്മേൽ നട്ടു എന്ന് എഴുതിയിരിക്കുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം അവരെ മാനിക്കുക തന്നെ ചെയ്തു. അതുകൊണ്ട് ദൈവമക്കളെ, ഫറവോൻ വരട്ടെ, മിസ്രൈമ്യർ വരട്ടെ, ചെങ്കടൽ വരട്ടെ, മരുഭൂമി വരട്ടെ, മാറ വരട്ടെ, അമാലേക്യർ വരട്ടെ, സമ്മിശ്ര ജാതി വരട്ടെ, ഒറ്റുകാർ നമുക്കെതിരെ നിൽക്കട്ടെ, ബാലാക്ക് വരട്ടെ, കോരഹും അബീരാമും കൂട്ടരും കടന്നു വരട്ടെ, അഗ്നിസർപ്പങ്ങൾ ആമൻ കടന്നു വരട്ടെ, പുൽമേടുകളും യോർദാനും യെരിഹോ കോട്ടയും ആമൻ അനാക്യ മല്ലന്മാരും കടന്നു വരട്ടെ. സ്വർഗത്തിലെ ദൈവമാണോ നിന്നോട് മിസ്രൈം വിട്ട് ഇറങ്ങാൻ പറഞ്ഞത്? ഞാൻ നിന്നെ നിത്യതയിൽ കനാൻ നാട്ടിൽ എത്തിക്കാമെന്ന് പറഞ്ഞത് ദൈവമാണോ? ഏത് തടസ്സങ്ങൾ വന്നാലും, ഏത് ദുർഘടങ്ങൾ വന്നാലും, ഏത് പ്രതികൂലങ്ങൾ വന്നാലും, എത്ര വലിയ പ്രതിസന്ധികൾ ഒന്നിന് പുറകെ ഒന്നായി തിരമാലകൾ പോലെ ദൈവമക്കൾക്കെതിരെ വന്നാലും, വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ വഴിമധ്യത്തിൽ ഉപേക്ഷിക്കുന്ന ദൈവമല്ല. അവൻ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുക തന്നെ ചെയ്യും. എത്ര പേർക്ക് ഇന്നത്തെ വചന ശുശ്രൂഷയിൽ വിശ്വാസമുണ്ട്? നിങ്ങൾക്ക് എത്ര തന്നെ തടസ്സങ്ങൾ ഉണ്ടെങ്കിലും, പാരമ്പര്യക്കെട്ടുകളോ സേവാശക്തികളോ ആമൻ കുടിയിരിപ്പിന്റെ ശക്തികളോ മന്ത്രവാദ കൂടോത്ര ആഭിചാര ശക്തികളോ നേർച്ച കാഴ്ചകളുടെ വെല്ലുവിളികളോ എത്ര വലിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഞാൻ ഇന്ന് വചനത്തിന്റെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറയുന്നു, നിങ്ങൾ ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തനാണ്. അവിടുന്ന് നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് ബി സ്ട്രോങ് ആൻഡ് ഗുഡ് കറേജ്. ആമൻ. നീ നല്ല ഉറപ്പും നല്ല ധൈര്യവും ഉള്ളവരായിരിക്കുക. കർത്താവ് നമ്മോട് കൂടെ ഇരിക്കും. കർത്താവ് അന്ത്യം വരെ നമ്മുടെ കൂടെ ഇരിക്കും. കർത്താവ് നമ്മെ ലക്ഷ്യത്തിലെത്തിക്കുന്ന ദൈവമാണ്. അവൻ നമ്മുടെ കൂടെ നടക്കുന്ന ദൈവമാണ്. നടക്കാൻ വഹിയാതാകുമ്പോൾ അവിടുന്ന് തോളത്തെ ചുമക്കുന്ന ദൈവമാണ്. ഇത്ര നല്ല ദൈവത്തെ രുചിച്ചറിഞ്ഞ ദൈവമക്കളെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം.
പ്രിയ പിതാവേ, വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രതികൂലങ്ങളെ കണ്ട് പേടിക്കാനല്ല, ദുർഘടങ്ങളെ കണ്ട് പേടിക്കാനല്ല, പ്രതിസന്ധികളെ കണ്ട് പേടിക്കാനല്ല. അനുകൂലമായി ദൈവം ഞങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ പ്രതികൂലം സാരമില്ല. ദൈവം ഞങ്ങൾക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആര്? യഹോവയുടെ പക്ഷത്തോട് ഞാൻ പേടിക്കയില്ല, മനുഷ്യർ എന്നോട് എന്തു ചെയ്യും? ഈ ഉറപ്പുള്ളവരായി തീരുവാൻ എല്ലാവരെയും സഹായിക്കണം. ഞാൻ അവരെ ബ്ലസ് ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവപ്പച്ചൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുവാൻ ഓർപ്പിക്കുന്നു. ലൈക്ക് ചെയ്യാം, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യാം. പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ എന്നെ തീർച്ചയായിട്ടും വിളിക്കാം. ഈ വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.